എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്ത് ഞാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇവൻറ്റ് ഉണ്ടായിരുന്നത്. അവിടേക്ക് ഒരു 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഡൽഹിക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന ഡ്രസ്സാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായില്ല എന്ന്. പിന്നെ അവസാന നിമിഷമാണ് നമ്മൾ പോകേണ്ട കാര്യമൊക്കെ തീരുമാനമാക്കിയത് തന്നെ. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ അർച്ചന ഉണ്ടായിരുന്നു. എൻ്റെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അർച്ചന ഉണ്ടായിരുന്നത് കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ കൺഫർമേഷൻ മെയിലൊക്കെ കാണിച്ചപ്പോൾ ഈ ഒരു ടാഗ് നമ്മുടെ കയ്യിൽ കെട്ടാൻ തന്നു. ആരും അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളായിരുന്നു തോന്നുന്നു നേരത്തെ 2 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കുത്തിയിരുന്നു. 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ചായ ഉണ്ടായിരുന്നു, കുട്ടി കുട്ടി സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഡൽഹിയിൽ ഇവൻറ്റ് പോയിട്ട് നമുക്ക് ഒരു ഐഡിയ അവിടുത്തെ ഇവൻറ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും കേട്ടോ. ഈ സ്നാക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഇവൻറ്റിനേക്കാളും ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ചട്ടമ്പീസാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് പുതിയതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയായിരുന്നു. പിന്നെ കുറേ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുറേ ക്യൂബ്സ് കൊണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓരോരുത്തരും ഓരോ ക്യൂബായിട്ട് ഇത് പൊളിക്കാണ്ടെടുക്കുക. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഏത് ഗ്രൂപ്പാണോ ഈ ബിൽഡ് ചെയ്ത് സാധനം പൊളിക്കാണ്ടിരിക്കുന്നവർ ജയിക്കും. ഇത് പൊളിക്കാൻ അവസരം കിട്ടിയത് അർച്ചനയ്ക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറേ നേരം നമ്മൾ AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് കപ്പ് അങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ അർച്ചനയ്ക്കും അർച്ചന എനിക്കാണ് കേട്ടോ കപ്പ് തന്നത്. ഇതാണ് എനിക്ക് അർച്ചന തന്ന കപ്പ്. ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമുക്കിങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ട് കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഫുഡ് പക്കയായിരുന്നു. റൈസ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സൂപ്പും നമ്മുടെ നാടൻ ചോറും പിന്നെ കുറച്ച് കറികളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ പക്കയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഏട്ടൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരാൾക്കേ കയറാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആസ് എ ക്രിയേറ്റർ ഇതൊക്കെ ഭയങ്കര ലക്കായിട്ട് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതിനൊന്നും നടക്കില്ല. അപ്പോൾ ആദ്യം നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്.